പറ്റിയ ചമ്മന്തി ആയാലോ? സാധാ ചമ്മന്തി അല്ല കേട്ടോ, കൂമ്പ് ചമ്മന്തി. ഏത്തവായുടെ കൂമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം കൂമ്പ് നന്നായി കൊത്തി അരിഞ്ഞെടുക്കുക. ഇനി അതൊരു പാനിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം വറ്റാനായി കാക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ കൂമ്പ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 4 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് നന്നായി വറുത്തെടുക്കാം. ഉഴുന്നൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കണം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. പച്ചമണം മാറിക്കഴിഞ്ഞാൽ അടുപ്പ് ഓഫാക്കി ആറാനായി വെക്കണം. ആറിയതിനു ശേഷം ഈ മിക്സ് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചു വെച്ചതിലേക്ക് അരമുറി തേങ്ങയും വേവിച്ചു വെച്ചിരിക്കുന്ന കൂമ്പും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കരിവേപ്പിലയും ചേർത്ത് നന്നായി അരച്ചെടുത്താൽ നമ്മുടെ ഊണിന് പറ്റിയ കൂമ്പ് ചമ്മന്തി റെഡിയാകും. അപ്പോൾ ഊണിന് ഇനി ഒരു വെറൈറ്റി ചമ്മന്തി ആയേ. ഇതൊന്നും ഒരു വെറൈറ്റി അല്ലെന്നേ. നാട്ടിൻപുറങ്ങളിൽ കൂമ്പുള്ളപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ട്രൈ ചെയ്യുമല്ലോ അല്ലേ?